നിറഞ്ഞോടുകയാണ്. ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവാനൊക്കെ പറ്റി. എന്താണ് ഈ സിനിമയുടെ അനുഭവങ്ങൾ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ സിനിമ ഞങ്ങൾ ഒരു 2020 ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് ജിൻചേട്ടനും ഡാബിംഗ് കൂടിയിട്ടാണ് അന്ന് വന്നത്. അന്ന് എനിക്ക് അവർ തന്നൊരു വാക്കുണ്ടായിരുന്നു, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കാണുന്ന സമയത്തും അവരെനിക്ക് ആ 100% അവരോട് നീതി പുലർത്തി എന്നോട് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂഔട്ട് ഇപ്പം ഇവിടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരെയും അനുഗ്രഹ ആശിസുമായി കണ്ടു. ഉണ്ണി സാറാണെങ്കിലും സാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാധു സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊന്ന് സമയം ചെലവഴിക്കുകയും അപ്പൊ അതിലൊരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഈ ഇൻഡസ്ട്രിയുടെ അധികാരിമാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശിസുകളോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നുപോയത്. ഇപ്പോൾ ഈ സക്സസിനും നമുക്കെല്ലാവരും ഒരുമിച്ച് കറക്റ്റ്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. കാലഘട്ടത്തിൽ രീതിയാണുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും പിന്നെ അത് രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിൻ്റെയും അത് പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള അങ്ങനെയുള്ള സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.